1949 തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷൻ രൂപീകൃതമായി. അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷന് ഈ കെട്ടിടം എന്നിരിക്കുന്ന 39 സെന്റ് സ്ഥലം തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷൻ അനുവദിക്കുകയുണ്ടായി. 55 അന്നത്തെ ഒളിമ്പിക് അസോസിയേഷൻ തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികൾ ഒളിമ്പിക് ഗെയിം നിർമ്മിക്കുകയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2019 വരെ ഞങ്ങളുടെ ഒളിമ്പിക് ഭവനായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥലമാണ്. 2019 അന്നത്തെ സ്പോർട്സ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ ഞങ്ങളോടൊരു നിർദ്ദേശം വച്ചു. നമുക്ക് ഈ സ്ഥലത്ത് ഒരു കായിക സമുച്ചയം പണിയാം. കേരള ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ഡയറക്ടറേറ്റും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഭംഗിയായൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാം എന്നൊരു നിർദ്ദേശം വെച്ചു. ഞങ്ങൾ സന്തോഷപൂർവ്വം ആ മനുഷ്യന്റെ നല്ല വീക്ഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ഞങ്ങളത് കരാറിൽ കൂടുകയും ചെയ്തു. പക്ഷേ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് നമ്മൾ തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് അതിന്റെ ആദ്യഘട്ട നിർമ്മാണം 3 നില പൂർത്തീകരിക്കുമ്പോൾ ഒരു നില കേരള ഒളിമ്പിക് അസോസിയേഷൻ, 2ാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും ഒരു നില കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്നത് അതിനാണ് കരാറ്. പക്ഷേ രണ്ടാമത് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ കായിക വകുപ്പ് മന്ത്രി കഴിഞ്ഞ 5 വർഷം കായിക മേഖലയിലുണ്ടായിട്ടുള്ള തകർച്ച നമ്മുടെ നാഷണൽ ഗെയിംസ് കഴിഞ്ഞപ്പോ 2ാം സ്ഥാനത്തിരുന്ന കേരളം 15ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടപ്പോ കായിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കായിക താരങ്ങളുടെ അവസ്ഥ, സംഘടനകളുടെ അവസ്ഥ, കായിക കേരളം എന്തുകൊണ്ട് പുറകോട്ട് പോയി എന്നുള്ളത് അദ്ദേഹത്തിന് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയേണ്ടി വന്നു. ആ വൈരാഗ്യം തീർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥലം തരില്ലെന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന കേരളത്തിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലും അറിയപ്പെടുന്ന കായിക താരങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം ഈ സ്ഥലം ഞങ്ങളുടേതാണെന്ന്. ഈ സ്ഥലം ആരെങ്കിലും കൈയടക്കാമെന്ന് ശ്രമിച്ചാൽ അതൊരു ആഗ്രഹം മാത്രമായി അവസാനിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ ഈ ഗവൺമെന്റ് ഭാഗമായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും കായിക താരങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ അർഹതപ്പെട്ട സ്ഥലം, ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഞങ്ങളുമായിട്ടുണ്ടാക്കിയ കരാർ അനുസരിച്ചുള്ള സ്ഥലം തരണം, തന്നേ തീരൂ ഈ സമരം. തീർച്ചയായിട്ടും ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുന്ന ഒരു സൂചന സമരം മാത്രമാണ്. ഉദ്ഘാടനം ഞങ്ങൾ പങ്കെടുക്കുന്നത്, കാരണം ഞങ്ങളെയും കൂടെ അർഹതപ്പെട്ട സ്ഥലമാണിത്. ഉദ്ഘാടനത്തിന്റെ അവസ്ഥ അറിയാം. ഇന്ന് രാവിലെ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ കായിക മേഖലയുടെ അതേ അവസ്ഥയാണ് ഉദ്ഘാടനത്തിന്റെ അവസ്ഥ, കെട്ടിടത്തിന്റെ അവസ്ഥ. ഇന്ന് കായിക കേരളം എന്താണോ അതേ അവസ്ഥയാണ് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ. ഒരു പണിയും തീർന്നിട്ടില്ല. ഈ അവസ്ഥയാണ് കേരളത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് ഉദ്ഘാടനം ചെയ്തതിന് ഒരു മടിയില്ല. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇതുമായിട്ട് സഹകരിക്കും. ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതുവരെ കായിക മേഖലയിൽ ഉള്ളവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഈ അവകാശം നേടിയെടുക്കാനുള്ള സമരവുമായി മുന്നോട്ട് പോകും. എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.